ഹായ്, നമസ്കാരം. ദ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാള സിനിമ നടീനടന്മാരുടെ സംഘടനയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ ഓർക്കുമ്പോൾ ശരിക്കും ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് പലപ്പോഴും ഞാൻ ഓർക്കാറുള്ളത്. ഇന്നസെൻ്റ് അമ്മയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമീപകാലത്ത് അതിൻ്റെ കാര്യങ്ങൾ തലപ്പത്തിരിക്കുന്നത് ലാലേട്ടൻ, മോഹൻലാൽ പ്രസിഡൻറ്റ്, ഇടവേള ബാബു സെക്രട്ടറി ആയിട്ടാണ്. അപ്പോൾ അടുത്ത ഒരു ജനറേഷനിലേക്ക് ഒരു തലമുറ കൈമാറ്റം എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ അടുത്ത സ്ഥാനങ്ങളിലേക്ക് വരാൻ പോകുന്നത് പൃഥ്വിരാജ്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പ്രസിഡൻ്റായിട്ടും കുഞ്ചാക്കോ ബോബനെ സെക്രട്ടറി ആയിട്ടും നോമിനേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അമ്മയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അമ്മയുടെ സംഘടനയെ പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഒരു കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഓർക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ: ഇന്നസെൻ്റ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന കാര്യം, ഇടവേള ബാബു ഇപ്പോൾ സെക്രട്ടറി ആയിട്ടിരുന്ന് കുറേ ചീത്തപ്പേരെന്ന് പറഞ്ഞാൽ കുറേ ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടുന്നതും, ലാലേട്ടൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നതും, പിന്നെ അവരുടെ സമീപകാലത്ത് അമ്മ പണ്ടുകാലം അവർ ഒരു ഓഫീസ് വാടക കെട്ടിടത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അറിയാം. പിന്നെ തിലകൻ എന്ന് പറഞ്ഞ മഹാനടൻ ഈ ഒരു അമ്മയ്ക്കെതിരെ, അല്ലെങ്കിൽ പുള്ളീനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങൾ, അതിനെപ്പറ്റി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. പിന്നെ സുരേഷ് ഗോപി എന്തുകൊണ്ട് കുറേ കാലം ആദ്യകാലങ്ങളിലൊക്കെ സുരേഷ് ഗോപി വളരെ ആക്റ്റീവ് മെമ്പറായിരുന്നു അമ്മ അസോസിയേഷൻ്റെ. അതിൽ നിന്നും പിന്നെ കുറേ കാലം, ഇത്രയും കാലമായിട്ട് പുള്ളി വിട്ടു നിൽക്കുവാണ്. ഈ സമീപകാലത്ത് എന്തൊരു പ്രോഗ്രാമിന് വന്നതാണ്, അതൊരു വലിയ വാർത്തയായിരുന്നു. പിന്നെ അമ്മ അസോസിയേഷൻ്റെ ഒരു സിനിമ ഇറങ്ങിയത്, 2020 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്, അത് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൂടാണ്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ അമ്മയിൽ തന്നെയുള്ള മെമ്പേഴ്സിന് ഒരു മാസ വരുമാനം, ഒരു തൊഴിൽ രഹിത വരുമാനം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ഒരു 4000-5000 രൂപ വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു വട്ടം പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടന ഏകദേശം 1000-ത്തിനടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. വർഷങ്ങളായിട്ട് ഈ തൊഴിലില്ലായ്മ വേതനം പോലെ കുറച്ച് ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഒരു മാസ വരുമാനം, ഒരു പെൻഷൻ പോലെ അവർ കൊടുക്കുന്നുണ്ട്. 4000 ആയിരുന്നു കുറച്ചു കാലം മുന്നേ വരെ. ഇപ്പോൾ അത് 5000 രൂപയാണ്. ഏകദേശം 200-ന് മേലെ, 250-അടുത്ത് മെമ്പേഴ്സിന് അങ്ങനെ സ്ഥിരമായിട്ട് 5000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. അത് മുടങ്ങാറില്ലെന്നാണ് പറയുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ലോങ് ടൈം മെഡിസിൻസ് കഴിക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും വേറെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ, ഇങ്ങനെ കുറേ കാര്യങ്ങളിലെ ഇവിടുന്നും കിട്ടിയ കുറേ കാര്യങ്ങളാണ് നമുക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പാസ്റ്റിലേക്ക് പോകാം, അമ്മ എന്ന് പറഞ്ഞ സംഘടന തുടങ്ങിയത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ഇതിലോത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്നത് 1994-ലാണ്. ഓക്കെ, അന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്ന് പറയുന്നത്, നമുക്കിന്ന് അമ്മ സംഘടനയിലുള്ള ആൾക്കാരെ വ്യക്തമായ ഒരു ധാരണയില്ല. കുറച്ച് പേരെ അറിയാമെന്നല്ലാണ്ട് അവർക്ക് പരസ്പരം പോലും ഈ പേരുകൾ അറിയുമെന്ന് സംശയമാണ്. പക്ഷേ അമ്മ എന്ന് പറഞ്ഞ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അന്നത്തെ കാലം 1994, അന്ന് ആ സംഘടനയിലുള്ളവർക്കും പരസ്പരം അവർക്കറിയാം, നമുക്കും അറിയാം. നമുക്ക് അവരുടെ ഫോട്ടോ ഉണ്ട്, ഇത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. കാര്യം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരേ ആൾക്കാർ തന്നെ ഫീൽഡിൽ നിന്ന് കഴിവ് തെളിയിച്ച് ഇങ്ങനെ ഉരുക്കി എടുത്തെന്ന് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ ഇഷ്ടമുള്ള കുറേ അനശ്വരന്മാരായുള്ള നടന്മാർ വെള്ളിത്തിരയിൽ അവരുടെ പ്രതിഭകൾ എന്താ പറഞ്ഞാൽ അത്രയും പ്രകടിപ്പിച്ച ഒത്തിരി നടന്മാർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അവരൊക്കെയായിരുന്നു ഈ സംഘടന തുടങ്ങിയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ 1994, ഇപ്പോൾ 3 വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇലക്ഷൻ വരുന്നത്. ഇപ്പോൾ 1994 തുടങ്ങി 1997 വരെ, 7 തുടങ്ങി 2000 വരെ, അങ്ങനെ ഒരു 3 വർഷ ഗ്യാപ്പിലാണ് ഇതിൻ്റെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഇതിനകത്ത് MG സോമൻ, നമ്മുടെ അനശ്വരനായ നടൻ, അദ്ദേഹമൊക്കെ ആയിരുന്നു ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്. TP മാധവൻ സെക്രട്ടറി. അതിനുശേഷമാണ് 1997-ൽ മധു സാറ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അന്ന് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ബാലേന്ദ്ര മേനോൻ സാറിനൊക്കെ ഒത്തിരി കാലമായിട്ട് അമ്മയുടെ പരിപാടി കണ്ടിട്ടില്ല. അവരൊക്കെ ഈ അസോസിയേഷൻ്റെ ഭാഗമാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാര്യം ഇപ്പോൾ നടക്കുന്ന അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ കുറച്ച് പേര് വരുന്നില്ല, ലാലേട്ടനും മമ്മൂക്കായിട്ട്, പിന്നെ കുറച്ച് പേര് അവിടെ വരുന്നു. നേരത്തെ വന്നിട്ടിരുന്ന ആൾക്കാരെ പോലും ഇപ്പോൾ സ്ഥിരം കാണാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെയാണ് അമ്മ അസോസിയേഷൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന പോലെയാണ് ആ സംഘടനയുടെ പോക്കെന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ.
സംഘടനയിലേക്ക് വരുമ്പോൾ 1997 തുടങ്ങിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ആൾക്കാർക്ക് കേട്ട് കേൾവി ഉണ്ടാവും. അതിന് അന്നത്തെ ആ ഒരു ഓർമ്മയില്ലെങ്കിൽ പോലും ഒരു കേട്ട് കേൾവിയുണ്ട്. കാര്യം സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു നടൻ അമ്മ സംഘടന വിട്ടുപോകുന്നത് 1997 വിട്ടുപോയെന്ന് പറഞ്ഞാൽ പുള്ളി മെമ്പറാണ്, പക്ഷെ പുള്ളി ഒരു പരിപാടിക്കൊന്നും വരാത്തൊരു കാര്യം. അതെന്തുകൊണ്ട് പുള്ളി ആ സമയത്ത് സംഘടനയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള ഒരു ഉത്തരം നമ്മൾ പല ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ഇന്നസെൻറ്റിൻ്റെതായിട്ട് ഇറങ്ങിയിരിക്കണം ഒരു റീൽസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ റീൽസ് വളരെ വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1997 അന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് സുരേഷ് ഗോപി ഉള്ള സമയമാണ്. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജഗദീഷ് ശ്രീകുമാർ ഉള്ള സമയമാണ്. ജോയിൻറ്റ് സെക്രട്ടറിയുടെ കാര്യം എടുത്ത് പറയാനുള്ള കാര്യം, ഇപ്പോൾ അന്ന് സുരേഷ് ഗോപി അന്നും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അമ്മ സംഘടനയുടെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ഗൾഫ് രാജ്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്തും ആയിക്കോട്ടെ അത് ഫുള്ള് അമ്മ സംഘടനയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അമ്മ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഫണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്. സംഘടന ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതിലൂടെയുള്ള നടന്മാരെയും നടിമാരെയും ഈ പ്രോഗ്രാമിന് വേണ്ടി ഇട്ടുകൊടുക്കുക, ഇതായിരുന്നു എൻ്റെ എഗ്രിമെൻറ്റ്. പക്ഷേ ഈ സംഭവം പൊട്ടിപ്പോയി. പരിപാടി പുള്ളിക്ക് കയ്യിൽ നിന്നും പൈസ നഷ്ടം വന്നെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. പൈസ നഷ്ടം വന്നു, ആരും ചോദിച്ചൊന്നുമില്ല അതിൻ്റെ ലാഭം എവിടെ പൈസ എവിടെയെന്നൊക്കെ ചോദിച്ചൊന്നുമില്ല. പക്ഷേ ജഗദീഷ് ശ്രീകുമാർ ഒരു പരിപാടിക്കകത്ത് പുള്ളി എടുത്ത് ചോദിച്ചു, എവിടെ തരാമെന്ന് പറഞ്ഞ പൈസ എവിടെ, നിങ്ങളല്ലേ പറഞ്ഞത് പൈസ കൊടുക്കാമെന്ന്. ആ ഒരു സ്പീച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഞാൻ ഒത്തിരി വട്ടം അത് കണ്ടതാണ്. അത് ഉദ്ദേശിക്കണ അതിനകത്ത് വ്യക്തമായിട്ട് ഇന്നത്തെ കാലത്തെ പോലെ പേരൊന്നും വ്യക്തമായിട്ട് ഇപ്പോൾ ആരും, ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം ചളിവാരി അറിയലിന് ഒരു മടിയില്ല. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു പ്രൈവസി കീപ്പ് ചെയ്യുമായിരുന്നു. അന്ന് പേരൊന്നും പറയാണ്ട് തന്നെ ജഗദീഷ് ശ്രീകുമാർ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെയും മനസ്സ് വിഷമിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ മക്കൾക്ക് വേണ്ടി വെച്ചിരുന്ന പൈസ അല്ലെങ്കിൽ അവരുടെ ചിലവിന് വേണ്ടി വെച്ചിരുന്ന പൈസയും സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ച് പുള്ളി അത്യാവശ്യം ഒരു എമൗണ്ട് അമ്മ സംഘടനയ്ക്ക് കൊടുത്തു. അന്നത്തെ ഏകദേശം 2 ലക്ഷം രൂപ മറ്റേ കൊടുത്തെന്നാണ് കേട്ടത്. അപ്പോൾ അതിനുശേഷം പുള്ളി പരിപാടിയായിട്ട് അമ്മ സംഘടനയായിട്ടൊന്ന് വിട്ടു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ പ്രോഗ്രാംസും ഇവർ അറിയിക്കാറുണ്ട്, പുള്ളിയുടെ അഭിപ്രായം പറയാറുണ്ട്. പുള്ളി വരുന്നില്ല എന്നേ ഉള്ളൂ, ഫിസിക്കലായിട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഭാഗമാണ് മൂപ്പര്. അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാവുന്ന അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്തോറും ഓരോ കാലഘട്ടങ്ങളിൽ മാറി വരുന്നു. 2000 ഇന്നസെൻറ്റ് അമ്മയുടെ പ്രസിഡൻ്റാണ്. ശരിക്കും ഇന്നസെൻറ്റ് അമ്മയുടെ പ്രസിഡൻ്റായതിനു ശേഷമാണ് അമ്മയുടെ പ്രസിഡൻറ്റ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞ് അത് നമ്മുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്ന ഒരു സംഭവമാണ്, അമ്മയുടെ പ്രസിഡൻറ്റ് ഇന്നസെൻറ്റ് എന്ന് പറയുന്നത്. കാര്യം 18 വർഷമാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റായിട്ടിരുന്നത്. ഏകദേശം 2000 തുടങ്ങി 2018 വരെ. അദ്ദേഹം ഇതിനിടയ്ക്ക് MP ആയ സമയത്ത് പോലും, മിനിസ്റ്ററായ സമയത്ത് പോലും അദ്ദേഹം അമ്മ സംഘടനയുടെ ആ നേതൃത്വം വഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനുശേഷം സംഘടനയുടെ നേതൃത്വത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2020 എന്ന് പറഞ്ഞാൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ദിലീപാണ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്നത്. ദിലീപ് അതിനിടയ്ക്ക് അതിൻ്റെ ട്രഷററായിട്ടൊക്കെ മാറിയായിരുന്നു. അമ്മ സംഘടനയുടെ ട്രഷററൊക്കെ ദിലീപായിരുന്നു കുറേ കാലം. അപ്പോൾ ദിലീപ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ദിലീപ് എന്ന് പറഞ്ഞൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എഗ്രിമെൻറ്റ് ഇത്രേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ 2020 ഇറങ്ങുന്ന സമയത്തൊക്കെ അന്ന് ഇതിനെപ്പറ്റിയുള്ള ന്യൂസുകൾ കൂടുതൽ ആൾക്കാരും അന്ന് സ്പ്രെഡ് ചെയ്തൊരു വാർത്ത, ഇപ്പോൾ ഞാനും ഓർക്കുന്നുണ്ട്, അന്ന് സ്പ്രെഡ് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ലാഭം എന്ത് കിട്ടിയാലും അമ്മയ്ക്കാണ്. ഓക്കെ, അതായത് ദിലീപ് ആര് പ്രൊഡ്യൂസ് ചെയ്താലും ലാഭം മൊത്തം അമ്മയ്ക്കാണ്. അങ്ങനെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കും, അങ്ങനെയല്ലായിരുന്നു അതിൻ്റെ പരിപാടി. ലാഭമോ നഷ്ടമോ എന്ത് വന്നാലും ശരി, ഇത്ര എമൗണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ടായാലും അമ്മ സംഘടനയ്ക്ക് കൊടുക്കണം. ഇതായിരുന്നു അതിൻ്റെ എഗ്രിമെൻറ്റ്. കാര്യം ഇത്ര ആർട്ടിസ്റ്റുകളെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു റെമ്യൂണറേഷൻ ഇല്ലാണ്ടാണ് എല്ലാവരും അഭിനയിച്ചത്. അതിനകത്ത് അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു നയൻതാര മാത്രമാണ് റെമ്യൂണറേഷൻ മേടിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. ദിലീപ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഈ പറഞ്ഞ എമൗണ്ട്, ആ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപയാണ്. ഓക്കെ, 1 കോടിയോ 2 കോടിയോ, പക്ഷേ 1 കോടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു മെമ്മറി. പ്രസിഡൻ്റായ ഇന്നസെൻറ്റിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ കാര്യം. ആ സിനിമ വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ആ സിനിമ ഏകദേശം നിസാര പൈസ മുടക്കി, ഏകദേശം 2-3 കോടിയെ മുടക്കിയിട്ടുണ്ടാവുള്ളൂ. അന്നത്തെ ഏകദേശം 20 കോടിക്കടുത്ത് കളക്ഷൻ നേടി, 17-20 കോടിക്കടുത്ത് കളക്ഷൻ നേടി എന്നുള്ളതാണ്. ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ആ സിനിമ ശരിക്കും. പിന്നെ 2020 പോലുള്ള സിനിമ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി ചിലപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയാണെന്ന് പറയേണ്ടി വരും. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ സിദ്ദിഖൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെയാണ്, വേറെ പല മേഖലകളിലും ഈ ഹൈറാർക്കി ഉണ്ട്. അതായത് താഴെ തുടങ്ങി ഇങ്ങനെ ഓരോ പൊസിഷൻസ് ഉണ്ട്. ഓരോ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു സ്പേസ്, അതിന് മേലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ
അതിന് മേലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ അത് കാണാം. അത് പ്രത്യേകിച്ച് എല്ലാവരും ഒരു റെസ്പെക്റ്റ് ചെയ്ത് സാർ എന്നുള്ള ഇത് തന്നെയാണ്. അത് അങ്ങനെ കോമൺ ആയിട്ട് ജനറലായിട്ട് ആരും ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്ന് സംസാരിക്കണമെന്നില്ല. ഈ ക്യാരവാൻ സംസ്കാരം പോലെ തന്നെ അവരവരുടേതായ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവർ സ്ക്രിപ്റ്റ് വായിക്കുന്നു, അവർ ആക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവർ എങ്ങനെ പോയാൽ പോലും വലിയ സംഭവമൊന്നും അവർക്കില്ല. ഈ ഒരു സിനിമ മൊത്തത്തിൽ എങ്ങനെയൊക്കെ ആകണമെന്നും അവർക്ക് വലിയ ഇതൊന്നുമില്ല. എല്ലാവരും ഓരോരുത്തരുടെ റോള് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻ ചെയ്യിച്ചുകൊണ്ട് ഒരു കമ്പൈൻ ചെയ്യിച്ചുകൊണ്ട് ഒരു സിനിമ മൊത്തത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ പുറമേയുള്ള ഇൻഡസ്ട്രികളിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 എന്ന് പറഞ്ഞ സിനിമ നടന്നത് ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ളതും മലയാളത്തിൽ തന്നെയാണ്. ഇനി അത് നടക്കുകയില്ല എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അന്നത് നടന്നതിൽ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് ഒത്തിരി റോൾ ഉണ്ടെന്നുള്ളതാണ് ദിലീപ് അതിനകത്ത് പറഞ്ഞത്. കാര്യം ഇന്നസെൻറ്റിൻ്റെ ഒരു ആക്സസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ കൊടുക്കാൻ പറ്റുന്നൊരു സ്വാധീനം എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. എടാ പോടാ എന്ന് വിളിച്ച് പുള്ളിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തോ പുള്ളിക്ക് ഒരു സ്വീകാര്യത എല്ലാ നടന്മാരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ നടന്നതെന്നുള്ളത് ദിലീപ് പിന്നീടൊക്കെ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അമ്മയുടെ ഈ എമൗണ്ടൊക്കെ എന്ന് പറയുന്നത് അതിൽ ബാങ്കിലിടുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റാണ് ഇതേപോലെയുള്ള അവശരായിട്ടുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പോലെയൊക്കെ കൊടുത്ത് സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള എമൗണ്ടുകളും പിന്നെ അമ്മ സംഘടന വഴി നടത്തുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് നമ്മൾ അധികം കാണുന്നില്ല, പക്ഷേ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെയാണ് അവർ അവരുടേതായിട്ടുള്ള നിലനിൽപ്പിനും അവരുടെ സഹായത്തിനും പരസ്പര സഹായങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മ സംഘടനയെ പറ്റി നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു കേസ് വരുന്നത് ഈ നടിയെ ആക്രമിച്ച കേസിൽ അമ്മ സംഘടന അന്നാണ് ഇതിന് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ പറയുന്ന പൃഥ്വിരാജ്, ആസിഫ് അലി, ടോവിനോ തോമസ്, ഫഹദ്, ഇങ്ങനെയുള്ള സണ്ണി വെയിൻ, കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ അമ്മ സംഘടനയിൽ ഒരു അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ ആ സംഘടനയിൽ ഇവരുടെ പേര് പൊങ്ങി വരുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഇവരെടുത്തൊരു നിലപാടാണ്. ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കുറ്റം തെളിയുന്നത് വരെ തൽക്കാലത്തേക്ക് ആരോപണ വിധേയനായ ആളെ സസ്പെൻഡ് ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അന്വേഷണ വിധേയമായിട്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ, തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് ചെയ്യുക. അത് സ്ട്രോങ് ആയിട്ട് ഈ കുറച്ച് യങ്സ്റ്റേഴ്സ് അവർ പറഞ്ഞു എന്നുള്ളത് അന്ന് അമ്മ സംഘടന കുറച്ചും കൂടി നമ്മളന്ന് കുറച്ചും കൂടി ഈ സംഘടനയുടെ പേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാര്യം അമ്മ സംഘടനയുടെ നിലപാട് എന്താണ് ഈ കേസിലെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആകാം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അവരുടെ ഇഷ്ടങ്ങൾക്കാകാം അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിന്. കുറച്ച് മസിൽ പിടിച്ചിട്ടാണെങ്കിലും, കാര്യം സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂക്ക, ലാലേട്ടൻ, ഇന്നസെൻ്റ് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ദിലീപിനെ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. കാര്യം ദിലീപ് വലിയൊരു സംഭവമായിരുന്നു. ദിലീപ് മലയാള ഇൻഡസ്ട്രിയെ ഒരു പരിധിവരെയൊക്കെ ആ സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞ സമയത്തൊക്കെ ദിലീപിൻ്റെ ഒരു എഫർട്ടുണ്ട്. ദിലീപ് ഇൻഡസ്ട്രി നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളീനെ പുറത്താക്കാനായിട്ടൊരു മടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് പുറത്താക്കി, അന്ന് അന്വേഷണ വിധേയമായിട്ട് പുറത്താക്കി. അങ്ങനെ ഒരു വലിയൊരു തീരുമാനങ്ങൾ അമ്മ എടുത്തത് നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. പിന്നെ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ വരുന്നത് പാർവതി തിരുവോത്തിനെ പോലെയുള്ള കുറച്ച് ഫെമിനിസം ഉള്ള ആർട്ടിസ്റ്റുകൾ, ആക്ട്രസ്. അപ്പോൾ അവർ അമ്മ സംഘടനയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതായിട്ട്, സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം ഇല്ല അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞതായിട്ടും, പിന്നെ അതിന് മറുപടിയായിട്ട് ലാലേട്ടൻ അഭിനയിക്കുന്ന സ്ത്രീകളെന്നൊരു വാക്കൊക്കെ അന്ന് പറഞ്ഞത് രേവതിനെ പോലുള്ള ആൾക്കാരൊക്കെ ഏറ്റുപിടിച്ച് ലാലേട്ടനെതിരെ കുറേ കാര്യങ്ങൾ സംസാരിച്ചതും അത് അങ്ങനെയുള്ളൊരു വാർത്തകളും ഈ അമ്മ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ കേട്ടതാണ്. അന്നൊക്കെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോഴാണ് അമ്മ സംഘടനയെ വീണ്ടും ഓർക്കുന്നത്. പിന്നെ സമീപകാലത്തായിട്ട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലൊക്കെ ഉള്ളത് ടിനി ടോം, പിഷാരടി, ലാലേട്ടൻ പ്രസിഡന്റ്, ഇടവേള ബാബു വൈസ് പ്രസിഡന്റ്, മമ്മൂക്ക അതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പറാണ് തോന്നുന്നു, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്തോ ഒക്കെയാണ്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹണി റോസിനെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എവിടെയും അതിൻ്റെ തലപ്പത്ത് വന്നിട്ടില്ല. ആ പഴയ ആൾക്കാർ മാത്രമാണ് നിലനിൽക്കുന്നത്. ബാക്കി എല്ലാവരും വരുന്നില്ല എന്ന്, തലപ്പത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ യോഗം വിളിക്കുമ്പോഴൊന്നും ഇവരെയൊന്നും നമ്മൾ കാണാറില്ല. കാര്യം ഈ അടുത്ത കാലത്തൊക്കെ അതിൻ്റെ വാർഷിക ആഘോഷങ്ങളൊക്കെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹൈദർ അലിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും യങ്സ്റ്റേഴ്സിനെ ഒന്നും അധികം കാണാറില്ല. ഒരു ബിസി ആയതുകൊണ്ടാണ് അത് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തലയിലേക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വരുമോ എന്നുള്ളത് കൊണ്ടാണെന്നറിയില്ല. ഉള്ള കാര്യങ്ങൾക്കൊന്നും ഇവരെ ഇപ്പം കാണാറില്ല.
പൊതുവേ അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് പോലും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത് അതിനകത്ത് വരുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ശരിക്കും അറിയില്ല, ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒത്തിരി പ്രഗത്ഭരായ ആൾക്കാർ തുടങ്ങി വെച്ച ഒരു സംഘടനയാണ് അതിപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പുതിയ ഒരു നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ലാലേട്ടനൊക്കെ മടുത്തെന്ന് തോന്നുന്നു. ലാലേട്ടന് ഒരു 3 വർഷം ചെയ്തപ്പോൾ തന്നെ ലാലേട്ടൻ മടുത്തു. 2018 തുടങ്ങിയാണെന്ന് തോന്നുന്നു ലാലേട്ടൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ലാലേട്ടൻ മടുത്തിരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ 6 വർഷമായി അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. മമ്മൂക്കാടേയും കൂടി ഒരു സപ്പോർട്ട്, ഒരു പ്രഷറും കൂടിയുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ അതിനകത്ത് ഇരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അടുത്തൊരു പാനലിനെ അതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അത് യങ്സ്റ്റേഴ്സിനെയാണ് മെയിനായിട്ട്. പൃഥ്വിരാജ് സുകുമാരനെ പ്രസിഡൻ്റായിട്ടും കുഞ്ചാക്കോവിനെ സെക്രട്ടറി ആയിട്ടും കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങുകളാണ്. അതിൻ്റെ ഒരു സ്പീച്ച് ലീക്കായതായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇടവേള ബാബു അതിനെപ്പറ്റി വ്യക്തമായിട്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്ട്രോങ് ആയിട്ട് ലാലേട്ടനും മമ്മൂക്കായും പൃഥ്വിരാജിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന വാർത്തകൾ. മറുവശം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സിനിമാ ഫീൽഡിലാണ് ലോക പൊളിറ്റിക്സ് ഉള്ളത്. വേറെ ഏത് ഫീൽഡിനേക്കാളും പൊളിറ്റിക്സ്, ഹിഡൻ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരേ ഒരു ഫീൽഡ് സിനിമാ ഫീൽഡാണ്. അതിനകത്തെ വാർത്തകൾ പുറമേ വരുന്നില്ല എന്നേ ഉള്ളൂ. മുനവെച്ച വാക്കുകളൊക്കെ പല ഇൻ്റർവ്യൂസിൽ സംസാരിക്കണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വൃത്തിക്കുള്ള പൊളിറ്റിക്സ്, ഏറ്റവും ക്രൂക്കഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ളൊരു ഫീൽഡാണ് സിനിമാ ഫീൽഡ്. അപ്പോൾ പൃഥ്വിരാജിനെ ഈ ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് കുറച്ച് ആൾക്കാർക്ക് എതിർപ്പുണ്ട്. അത് എതിർക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ മന്ത്രിയും MLA ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കുക ആരൊക്കെയാണെന്നുള്ളത്. അവരെന്തുകൊണ്ട് എതിർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോൾ ദിലീപിനെതിരെ വാക്ക് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ തലപ്പത്തേക്ക് വരുമ്പോൾ, പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ ഈ തലപ്പത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും ദിലീപിന് പണിയാകുമോ എന്നുള്ള പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ദിലീപിനെ അവർക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാകാം ഈ ആൾക്കാർ വരരുത് എന്ന് വാദിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നതിൽ മനസ്സിലായ കാര്യങ്ങൾ. എന്നാൽ ഇതൊന്നുമല്ല, മരിച്ചതിന് ശേഷം അമ്മ അവൻ്റെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ വെച്ചിരിക്കണം എന്നുള്ളത് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് ഹരിഹർ നഗറിൽ ജഗദീഷ് പറഞ്ഞ പോലെയാണ്. ഇതൊന്നുമല്ല വിഷയം. എത്രയൊക്കെ പൃഥ്വിരാജിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാലും പൃഥ്വിരാജിനെതിരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാലും ശരി, ഇതിൽ പൃഥ്വിരാജ് സമ്മതിക്കണം. ഇതാണ് വിഷയം. പൃഥ്വിരാജ് നിലവിലത്തെ അവസ്ഥയിൽ ഈ അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല മക്കളെ. കാര്യം പൃഥ്വിരാജ് ഇന്ന് ഇന്ത്യയിൽ, മലയാളത്തിൽ ഏറ്റവും ബ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഓരോ പ്രൊജക്റ്റുകൾ ഓണാക്കാൻ ഇന്ന് മലയാളത്തിൽ എളുപ്പമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്, മലയാള സിനിമയിലുള്ളത് പൃഥ്വിരാജാണ്. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ വേറെ ഒരാൾക്കോ അങ്ങനെ ഒരു ടച്ച്, ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രി ആയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം പൃഥ്വിരാജ് പ്രശാന്ത് നീലുമായിട്ട് അത്രയും കണക്ഷനാണ്, പ്രഭാസുമായിട്ട് കണക്ഷനാണ്. ഹോംബാലെ പോലുള്ള വലിയ സിനിമാ കമ്പനിക്ക് വേണ്ടി സിനിമ സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് അഭിനയിക്കുന്നു, പല വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു, അക്ഷയ് കുമാറിനെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വലിയ വലിയ പ്രൊജക്റ്റുകൾ വേറെ സംസാരിക്കുന്നു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മലയാള സിനിമയുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇത്രയും തിരക്കായിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത് കേട്ടു, അതിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ആൾ ആക്ട് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഷാർപ്പായിട്ട് അദ്ദേഹം ചെയ്ത് കൊണ്ടുപോകുന്നത്, അത്രയും എൻജോയ് ചെയ്താണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ സച്ചിൻ ക്രിക്കറ്റ് കളിച്ച പോലെ, സച്ചിൻ ഇത്ര വർഷം ക്രിക്കറ്റ് കളിച്ചത് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടാണ് സച്ചിൻ അത് ഒരു എഫേർട്ട് അല്ലാണ്ടായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളിക്ക് അതിൽ മടുപ്പില്ലാണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രേ പോലെയാണ് ആൾക്കാർ എല്ലാ ഇൻ്റർവ്യൂസിലും ഇപ്പോൾ ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്, എങ്ങനെ ഇത്ര ഒരു അതിമാനുഷികത്വം കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പാരലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ. ഇതേപോലെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറയുന്നത്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ബാഹുബലി, അതായത് മലയാള സിനിമയെ ഇന്ത്യ മുഴുവനും കൊണ്ടു നടക്കാൻ പോകുന്ന, ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ വരുന്നുണ്ടേ എന്നുള്ള മറ്റേ ഈ കൊട്ടിഘോഷിക്കുന്ന പഴയ പരിപാടി ഉണ്ടല്ലോ, ഈ വാർത്തകളൊക്കെ രാജാവ് പ്രജകളെ അറിയിച്ചിട്ടിരിക്കുന്നത്, അതേപോലെ ഒരു ബാഹുബലിയാണ്. അല്ലെങ്കിൽ ബാഹുബലി സിനിമയ്ക്കകത്ത് മറ്റേ സാധനം എടുത്ത് ഇങ്ങനെ പ്രവാസം വരുന്ന പോലെ മലയാള സിനിമയെ തോളിലേറ്റ് ഇന്ത്യയിലേക്ക് പാൻ ഇന്ത്യ റീച്ചിലെത്തിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയല്ല, പക്ഷേ നമുക്കത് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അത് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് പുള്ളി അത് പറഞ്ഞപ്പോൾ നമുക്ക് ഈസിയായിട്ട് കണക്റ്റായി. അപ്പോൾ മമ്മൂക്കായും മോഹൻലാലും എന്തുകൊണ്ട് ലാലേട്ടനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, പൃഥ്വിരാജ് വരണം എന്ന് സ്ട്രോങ് ആയിട്ട് വാദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പോൾ ഇവർ ചിരിച്ച് പലരോടും കാണിക്കുന്നുണ്ട്. ദിലീപിനോട് കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആസിഫിനോട് കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ടോവിനോട് കാണിക്കുന്നുണ്ടാവും. എല്ലാ ആൾക്കാരോടും ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. പലരും പറയുന്നുണ്ടാവും ദിലീപിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടമുണ്ടാവും, കാര്യം മലയാള സിനിമയിൽ ദിലീപ് അത്ര ഒഴിവാക്കപ്പെടേണ്ട ഒരാളൊന്നുമല്ല. അത്രയും ഇവരുമായിട്ടുള്ള ബോണ്ടൊക്കെ അങ്ങനെയാണ്, പരസ്പര സ്നേഹത്തോടുകൂടി എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർക്ക് വന്നതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അതിപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഇവർ ഇത്രയും കാലം, അതാണ് അവരുടെ ഒരു സെൻസിബിലിറ്റി ബോധമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു ഇപ്പോൾ സത്യൻ സാർ, നസീർ സാർ, അല്ലെങ്കിൽ തിക്കുറിശി സാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും തങ്ങളിലേക്ക് കിട്ടിയ ഒരു ബാറ്റൺ കൈമാറി കിട്ടിയതാണ്. ഇപ്പോൾ നമുക്ക് റിലേ ഓടുമ്പോൾ എങ്ങനെയാണ്, റിലേ ഓടുമ്പോൾ ഒരു ടീം നന്നായിട്ട് ഓടുന്നു, ആദ്യം ഓടുന്നവൻ നന്നായിട്ട് ഓടുന്നു, ബാറ്റൺ അടുത്ത ടീമിൻ്റെ കൈമാറുന്നു, അയാൾ അതിനേക്കാളും വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നു, അത് കൊടുക്കുന്ന ആൾ അതിനേക്കാളും വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൈമാറ്റം മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ സത്യൻ മാഷ്, അല്ലെങ്കിൽ നസീർ സാറ്, അല്ലെങ്കിൽ തിക്കുറിശി സാറ്, ഇങ്ങനെ അവരുടെ തലമുറ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറയുന്നത്. അവർക്ക് കിട്ടിയ അസറ്റ് എന്താണെന്നുള്ളത്, അവർക്ക് കിട്ടിയതിൻ്റെ പ്രാധാന്യം വളരെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ഒരു സത്യസന്ധമായിട്ട് രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ട് കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ്, ഉറക്കവും ഊണൊന്നും ഇല്ലാണ്ട് ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഓടി ചെയ്തുകൊണ്ടാണ് മലയാള സിനിമ ഇന്നീ കാണുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. ആ രണ്ട് പില്ലേഴ്സും ഒരിക്കലും മലയാള സിനിമയെ, അല്ലെങ്കിൽ ഈ ഒരു സംഘടനയെ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു നിലയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സംഘടന താഴേക്ക് പോകണം എന്ന് ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പൃഥ്വിരാജിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതിൽ സെക്രട്ടറി ആയിട്ട് കുഞ്ചാക്കോവനെ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടമായി. കാര്യം എന്ന് പറഞ്ഞത്, കുഞ്ചാക്കോവൻ എന്തായാലും ഒരാളുമായിട്ടും പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് കുഞ്ചാക്കോവൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസൻ, ഈ രണ്ടുപേരെ ഒരു സെക്രട്ടറി ആയിട്ട് ഇരുത്താവുന്നേ ഉള്ളൂ. കാര്യം രണ്ടുപേർക്കും നല്ല ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട്. കുഞ്ചാക്കോവനൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും അവരെ ആക്സസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് പുള്ളിക്ക് സെക്രട്ടറി സ്ഥാനം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പൃഥ്വിരാജിന് അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന് പ്ലാനിങ് കാര്യങ്ങളൊക്കെ, വിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി വഹിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ രണ്ടുപേരെ ചൂസ് ചെയ്തത് കറക്റ്റാണ്. കാര്യം ഇവരെക്കാളും നല്ലൊരു ചോയ്സ് ഇനി ഇല്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ രീതിയിലേക്ക് പോകും. എന്തായാലും ഇത് ഉള്ളതിനേക്കാളും താഴേക്ക് പോകത്തില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇതിനേക്കാളും വലിയ രീതിയിലേക്ക് പോകും. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ കുറേയും കൂടി പ്രാധാന്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും എന്ന് തോന്നുന്നു. പിന്നെ സമീപകാലത്ത് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒന്ന് എയറിലായത്, അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയ സർഫേസിലേക്ക് വന്നത് ഷൈൻ നിഗവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഷൈൻ നിഗത്തിനെ അമ്മയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ അമ്മയിൽ എടുക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. കാര്യം ആള് പ്രൊഡ്യൂസർമാർക്കും സംവിധായകർക്കൊക്കെ സിനിമാ ഫീൽഡിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കറക്റ്റായിട്ട് ഷൂട്ടിംഗ് സമയത്ത് ചെല്ലാണ്ടിരിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ വന്നപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. കാര്യം അമ്മ സംഘടനയിലുള്ളവരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളവരും ഇതെല്ലാം ഇപ്പോൾ എല്ലാവരും ആൾക്കാരും അഭിനയിക്കുന്നവർ നിർമ്മാതാക്കളാണ്. അവർ തന്നെ തിയേറ്റർ ഉടമകളുടെ ഗ്രൂപ്പിലുണ്ട്, അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുമ്പോൾ ഇതെല്ലാവർക്കും കൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൈൻ നിഗത്തിനെ, ശ്രീനാഥ് വാസിനെയൊക്കെ അവിടുന്ന് പുറത്താക്കിയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഈ സംഘടനയുടെ പേര് വന്നതായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പിന്നെ അമ്മ സംഘടനയുടെയാണ് തോന്നുന്നു ഇവർ ക്രിക്കറ്റ് ലീഗ് കളിക്കുന്നതൊക്കെ. അപ്പോൾ ലാലേട്ടൻ ക്രിക്കറ്റ് കളിക്കുന്നതും ആ സമയത്തും അമ്മ സംഘടന കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയ സർവീസിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് അമ്മ സംഘടനയെ പറ്റി പൊതുവേ നമ്മൾ മൊത്തം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്.